ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളെല്ലാവരും വിചാരിക്കും ഉമ്മയും മക്കളും കൂടിയിട്ട് എങ്ങോട്ടാണെന്ന്. ഇന്ന് ഞങ്ങളുടെ ആൻറ്റിയുടെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലൊക്കെയാണ്. ഇതെൻ്റെ ഫ്രണ്ട് ഷാന തന്നൊരു ചുരിദാറാണ് കേട്ടോ. എങ്ങനെയുണ്ട്? എനിക്കിത് ഇട്ടിട്ട് നന്നായിട്ട് ചേരുന്നുണ്ടോ? ഞാനും ഒരുങ്ങി, മക്കളെ ഒരുക്കി, വീടൊക്കെ പൂട്ടി ഇറങ്ങുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. എൻ്റെ ഇളയ രണ്ട് കുറുമ്പികളെ പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നും ഞാൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ മുടി ഞാൻ കെട്ടി കൊടുക്കണം. മൂത്താൾ പിന്നെ വലിയ മേക്കപ്പ് ഒന്നും ചെയ്യാത്ത കാരണം കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുറേ നേരം ഓട്ടോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഓട്ടോ കിട്ടിയത്. ഇക്കയ്ക്ക് സൺഡേ ആയിട്ടും അർജൻറ്റായിട്ടൊരു വർക്ക് ചെയ്ത് തീർത്തു കൊടുക്കാനുള്ളത് കൊണ്ട് ഇക്ക പിന്നീട് വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാവിലെ ഒരു ഇത്തിരി വിശന്നപ്പോഴൊക്കെ ഞങ്ങളൊരു മുറുക്കൊക്കെ വാങ്ങിച്ചു തിന്നു. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഹൗസ് വാമിങ്ങിൻ്റെ അവിടെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി. അപ്പോൾ ഇതെൻ്റെ മാമയാണ്. അപ്പോൾ മേക്കപ്പ് ഇല്ലാത്ത കാരണം കൊണ്ട് എൻ്റെ അനിയത്തി വേഗം ഓടിപ്പോണേണവൾ. ഇതെൻ്റെ ഉമ്മച്ചിയുടെ അനിയത്തിയാണ്. ഇതൊരു കുട്ടിക്കുറുമ്പിയാണ്, ആറ്റിറ്റ്യൂഡ് രാജ്ഞി എന്ന് പറയാം. ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കൂല, ആരടുത്തും പോവില്ല. ആ ടി വിയുടെ മുമ്പിൽ ഇവരൊക്കെ ഒപ്പം എൻ്റെ പിള്ളേരുടെ ഒപ്പമൊക്കെ ഇരിക്കും, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ മോള് കുറേ ചിരിപ്പിക്കാൻ നോക്കിയിട്ട് അവൾ ചിരിക്കുന്നുണ്ടായില്ല. ഇതെൻ്റെ ഇത്താത്തയാണ് കേട്ടോ, കസിനാണ്. പുള്ളിക്കാരത്തിൽ ഇത്തിരി പൗഡറും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട സന്തോഷത്തിലാണ് സുന്ദരിയായി എന്നും പറഞ്ഞിട്ട്. ഈ പച്ചയും എൻ്റെ താത്ത തന്നെയാണ്. താത്തയും മേക്കപ്പ് ഇട്ടൊന്നും പറഞ്ഞ വഴക്കും അറിയായിരുന്നു മോന്. ഇതെൻ്റെ ഉമ്മച്ചിയാണേ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടിട്ട് എൻ്റെ ഇത്താത്തൻ്റെ മുഖം പൊത്തിപ്പിടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറാനായിട്ട് ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ തന്നെയാണ്. പിന്നെ എൻ്റെ മാമിച്ചി എൻ്റെ ഒരു പരാതി പറഞ്ഞായിരുന്നു, എൻ്റെ മോളുടെ ഫോട്ടോ മാത്രം നീ ഷോർട്സിലൊന്നും ഇട്ടില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ആ പരാതി അങ്ങോട്ട് തീർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മറ്റേ നീലത്താത്ത പറഞ്ഞു, ഇത് നോക്ക് വെളുവെളാന്നിരിക്കണമെന്ന്. അപ്പോൾ താത്ത പറഞ്ഞു, വെളുവെളാന്നിരിക്കുന്നില്ല, നമ്മൾ വെളുത്തിരിക്കണേണെന്ന്. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിലും ക്യൂട്ട്നെസ് വാരി വെതറാനായിട്ട് ഇവരങ്ങനെ നടക്കുന്നുണ്ട്. എൻ്റെ ഉമ്മച്ചീൻ്റെ ഫാമിലിയാണ് കേട്ടോ. എൻ്റെ ഉമ്മച്ചീൻ്റെ ഫാമിലി വരുന്നത് ട്രിവാൻഡ്രം വെഞ്ഞാറമൂട്, സുരാജ് വെഞ്ഞാറമൂടിൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ ഇവരുടെ വീട്. എൻ്റെ താത്തയും എൻ്റെ മാമയൊക്കെ സുരാജ് വെഞ്ഞാറമൂടിനെ കൂടി പഠിച്ചതാണ്. ഈ വരുന്ന രണ്ട് കുറുമ്പികൾ എൻ്റെ അനിയത്തിയുടെ പിള്ളേരാണ്, ഹിലയും ഹഫയും. ഹിലാക്ക് ഭയങ്കര പരാതിയായിരുന്നു, ഷോർട്സിൽ ഞാൻ അവളെ ഇട്ടില്ല, മൂത്തുവിൻ്റെ വീഡിയോയിൽ ഞാൻ വന്നില്ല, മൂത്തുവിനെ വഴക്കാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് നേരമൊക്കെ നിങ്ങൾ അവളെ സഹിക്കേണ്ടി വരും കേട്ടോ, അല്ലെങ്കിൽ അവൾ എന്നോട് വീണ്ടും പിണങ്ങും. അപ്പോൾ ഞാൻ അവൾക്ക് പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, മൂത്തുവിൻ്റെ ഇനി എല്ലാ വീഡിയോയിലും ഹിലാച്ചു ഉണ്ടാവും. ഞാൻ ഹിലാച്ചു എന്നാണ് വിളിക്കുന്നത്. ഇത് ഹഫ, ഞങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും കുഞ്ഞു വാവയുണ്ട് ഇവളാണ് ഏറ്റവും ഇളയ ആൾ നമ്മുടെ ഫാമിലിയിൽ. ഇവളുടെ ക്യൂട്ട്നെസ്സൊക്കെ കാണാൻ, ഇവളെ എടുക്കാനൊക്കെ എല്ലാവരും അടിയാണ്, ഇവളെ എടുത്തുകൊണ്ട് നടക്കാനായിട്ട് ബഹളമാണ്. അങ്ങനെ അവളുടെ ക്യൂട്ട്നെസ്സൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉമ്മച്ചിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സൗഹൃദമാണ് ഞങ്ങൾക്ക് അവരെയിട്ട്. ചിരിക്കാൻ മടിയുള്ള നിയാമുവിൻ്റെ വാപ്പയുണ്ട് ആ റെഡ് ഷർട്ട്. അവൻ്റെ പേര് സനു എന്നാണ്. അവന് ഫോർട്ട് കൊച്ചിയിൽ കുന്നുപുറത്ത് അർബൻ കിച്ചൺ എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവൻ്റെ ഷോപ്പിലെ മന്തിയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതാണ് എൻ്റെ ആൻറ്റിയുടെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ പുതിയ യൂട്യൂബർ ആണെന്നൊക്കെ പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തുകയായിരുന്നു കേട്ടോ ആൻറ്റിയുടെ ഫ്രണ്ട്സിന്. അങ്ങനെ എൻ്റെ തുമ്പി പറഞ്ഞു ഹഫാനായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തതാന്ന്. അങ്ങനെ ഫുഡ് അടിയൊക്കെ തുടങ്ങി. ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഫാമിലി ഇതൊന്നും അല്ല കേട്ടോ, വലിയൊരു ഫാമിലിയാണ് എൻ്റെ ഉമ്മച്ചിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ. 12 മക്കൾക്ക് പേരക്കുട്ടികൾ എത്ര പേരുണ്ടെന്നുള്ളൊരു എണ്ണ ഇതുവരെ എടുത്തിട്ടില്ല. പാട്ടക്കുട്ടികളും എത്ര പേരുണ്ടെന്നുള്ളത് ഇതുവരെ എണ്ണ എടുത്തിട്ടൊന്നുമില്ല. ഇതൊന്നും അല്ല കേട്ടോ, ഭയങ്കര ബിഗ് ഫാമിലിയാണ് കേട്ടോ ഞങ്ങളുടെ. ഇനി ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ ഫാമിലിയിൽ. ഇനി എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരെയും കാണിക്കാം. പക്ഷേ എല്ലാവർക്കും ഒന്നും ഈ ഫംഗ്ഷൻ എത്താൻ പറ്റിയില്ല. പിന്നെ നമുക്ക് ഒരുപാട് വിഷമങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം ഇന്ന് ഉണ്ടാവുന്നത്. നമ്മുടെ ഫാമിലിയിൽ തന്നെ 3 പേര് നമ്മളെ വിട്ടു പോയായിരുന്നു. അതിലെൻ്റെ ഒരു കസിൻ ബ്രദർ ഞങ്ങളെ വിട്ടു പോയത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു. അവനില്ലാത്തത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് പേര് ഫോർട്ട് ബീച്ചിൽ പോയി. ബീച്ച് കാണാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. 2-3 പേരൊക്കെ വാട്ടർ മെട്രോയിലൊക്കെ പോയി. അവർക്ക് ഇതൊക്കെ ഒരു ആദ്യത്തെ അനുഭവമാണ്. അവിടെ വാട്ടർ മെട്രോ ഒന്നും ഉണ്ടാവില്ല, നമുക്ക് കൊച്ചിയിൽ മാത്രമാണല്ലോ ഇപ്പോൾ വാട്ടർ മെട്രോ ഉള്ളത്. അപ്പോൾ ഈ കടലിന് ഭയങ്കര തിരയായിരുന്നു കേട്ടോ. അപ്പോൾ തിര വന്നിട്ട് നമ്മളുടെ മേത്തോട്ടൊക്കെ അടിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഈ ഒരു സീൻ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. നമ്മളുടെ തിര വന്നിട്ട് നമ്മളുടെ കല്ലിൽ തട്ടിയിട്ട് കണ്ടോ, ഈ ഒരു സീൻ എടുക്കാൻ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ആ ഒരു സീൻ തന്നെ നമുക്ക് കിട്ടിയത്.
എന്തെന്നില്ലാത്തൊരു ഭംഗിയായിരുന്നു അന്ന് ഫോർട്ട് കൊച്ചി ബീച്ചിന്. എന്താണെന്നറിയില്ല, നല്ല തിരയും കളിക്കാനൊക്കെ നല്ല രസമായിരുന്നു. വേനൽക്കാലത്തൊക്കെ നമുക്ക് ബീച്ചിൽ പോയിരിക്കാനായിട്ട് നല്ല രസമാണ്. അത് ഒരു 5 മണി 6 മണി സമയത്തൊക്കെ പോയിരിക്കണം. നല്ല തിരയായിരുന്നു കേട്ടോ അന്ന് ബീച്ചിൽ. നല്ല തിര എന്ന് പറഞ്ഞാൽ നല്ല തിരയായിരുന്നു. എനിക്ക് കുട്ടികളെയൊക്കെ ഇറക്കാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് ഒഴുകി പോകുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ. സൂര്യാസ്തമയം കാണാൻ നല്ല രസമായിരുന്നു. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ സൂര്യാസ്തമയം ഇത്രയും നന്നായിട്ട് ഞാൻ കാണുന്നത്. ഇതുവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു സൂര്യാസ്തമയം കണ്ടിട്ടില്ല സത്യത്തിൽ. ഇതാണ് ആൻറ്റിയുടെ വീട്. ഞാൻ രാത്രിയാണ് ആൻറ്റിയുടെ വീടിൻ്റെ ഫോട്ടോ എടുത്തത്. ചെറിയ വീടാണെങ്കിലും നല്ലൊരു വീടാണ് കേട്ടോ ആൻറ്റി വെച്ചിട്ടുള്ളത്. നല്ല സൗകര്യം, 3 റൂം, വലിയ ഹാള്, കിച്ചൺ ഒക്കെ നല്ല സൗകര്യമുള്ളൊരു വീടാണ് കേട്ടോ ആൻറ്റി. ആൻറ്റിയുടെയും കൊച്ചാപ്പാൻ്റെയും ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു നല്ലൊരു വീട് പണിയണം എന്നുള്ളത്. എൻ്റെ വീഡിയോസൊക്കെ ഇരുന്ന് കണ്ടിട്ട് എന്നെ ട്രോളിന് കേട്ടോ. ആൻറ്റിയുടെ മോനാണിത്. ആൻറ്റി എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മച്ചിയുടെ അനിയത്തിയാണ്. അവൻ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട്. പാലുകാച്ചൊക്കെ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് റോട്ടിൽ കിടന്ന് കിട്ടിയ മാങ്ങയും ചാമ്പൊക്കെയാണ് ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്